ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലൗസാണ്. ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വിയും ബാക്ക് ഡീപ്പ് നെക്കും ആയിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഞാനിതിൽ ക്ലാസ് തുടങ്ങിയതിന് ശേഷം, ബ്ലൗസിൻ്റെ സ്പെഷ്യൽ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഇതിൽ ഞാൻ ബ്ലൗസിൻ്റെ വീഡിയോസ് ഇട്ടില്ല. വി നെക്ക് പലരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനിതിലൊരു വി നെക്ക് ബ്ലൗസ് ഇടുന്നത്. ഇത് നമ്മൾ സാധാരണ വേസ്റ്റ് വണ്ണം അനുസരിച്ചാണ് ബ്ലൗസ് കട്ട് ചെയ്യുകയും തയ്ക്കുകയും ചെയ്യുന്നത്. ഇത് ഒരു 36 ഇഞ്ച് വേസ്റ്റും 46 ഇഞ്ച് ചെസ്റ്റും ഉള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 + 3 അതാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ വണ്ണം എടുക്കുന്നത്. അപ്പോൾ 36, അതിൻ്റെ 4/1 9, അതിൻ്റെ കൂടെ 3, അപ്പോൾ അങ്ങനെ 12 ഇഞ്ച് വണ്ണത്തിലാണ് എടുക്കുന്നത്. ലെങ്ത് പിന്നെ നിങ്ങൾക്ക് 16, 17, 15, 16 ഒക്കെ എടുക്കാം. ഇത് ഞാനൊരു 17 എടുക്കുന്നത്. അതുപോലെ ഷോൾഡർ ഞാനിത് 5 എടുക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് 5.5 എടുക്കാം. വീനൊക്കെ ആയതുകൊണ്ട് 5.5 എടുത്താലും കുഴപ്പമില്ല. ബാക്ക് നല്ല ഡീപ്പാണ്. അതുപോലെ വിട്ട് 2.5 എടുക്കാം, 2.5 എടുക്കാം, 2.25 എടുക്കാം, 2.25 എടുക്കാം, 2.5 എടുക്കാം. 11 ഇഞ്ചാണ് ഇത് ഇറക്കം വെച്ചേക്കുന്നത്. അത് ബാക്കിൽ വിട്ടും 2.5 എടുക്കുന്നത്. ആംഹോള് 6 ഇഞ്ച് തന്നെയാണ്. എല്ലാ ബ്ലൗസും നമ്മൾ ആംഹോൾ 6 ഇഞ്ച് തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഏത് വലിയ ബ്ലൗസ് ആയാലും ഏത് ചെറിയ ബ്ലൗസ് ആയാലും നമ്മൾ ആംഹോൾ 6 ഇഞ്ചിൽ എടുക്കും. കൈക്കുഴി 1 ഇഞ്ച് എടുക്കാറുള്ളൂ. അതുപോലെ ആംഹോളിൻ്റെ പകുതിയിലും പിന്നെ ആ പകുതിയിലും ആ പകുതിയിലും വെച്ചാൽ അതേ 3 തന്നെ എടുത്തിട്ടാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത്. നല്ല ഡീപ്പ് നെക്കാണിത്. 11 ഇഞ്ചെന്നറിയപ്പോൾ 11 ഇഞ്ചാകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നെക്ക് എത്രത്തോളം വരുമെന്ന്. അത് ഇത്രയും വലിയ ബ്ലൗസിന് നമ്മൾ പാറ്റേൺ വെട്ടിയാണ് തയ്ക്കുന്നത്. സാധാരണ എല്ലാ ബ്ലൗസും നമ്മൾ പാറ്റേൺ വെട്ടിയാണ് തയ്ക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ തയ്ക്കണം. താഴെ ഒരു 1/2 ഇഞ്ച് കൂട്ടണം, കാരണം കട്ടിങ്ങിനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി തന്നെ എടുക്കും. പിന്നെ അതുപോലെ ഇതിൻ്റെ കഴുത്ത് വീനൊക്കെയാണ്. അപ്പോൾ 7 എടുക്കാം, 7.5 എടുക്കാം, 8 ഇഞ്ച് വരെ നമുക്ക് കഴുത്തിൻ്റെ ഡീപ്പ് എടുക്കാം, ഫ്രണ്ട് കഴുത്തിൻ്റെ വീനൊക്കെ ആയതുകൊണ്ട്. അതുപോലെ ഇത് ശരിക്കും ഞാൻ വി തന്നെയാണ് വെട്ടുന്നത്. ഒരല്പം വൈഡായിട്ടും വി വെട്ടാം. ഇത് ശരിക്കും വി ആണ്, വൈഡായിട്ടുള്ള വി അല്ല, ശരിക്കും വി ആണ് വെട്ടുന്നത്. വൈഡായിട്ട് വീനക്കും വെട്ടാം. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ തമ്പിലും പിന്നെ ലാസ്റ്റും കൊടുക്കുന്നുണ്ട് ഈ ബ്ലൗസ്. ഇതിൻ്റെ കട്ടിങ് ഏകദേശം പേപ്പർ പാറ്റേണിൽ വെട്ടിയിട്ട് നമ്മളിതിൻ്റെ ഡോട്ടും ഒക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കണം. ഇതിന് ഞാൻ 11.5 ഡോട്ട് പോയിന്റ് ഇടുന്നത് കേട്ടോ. കാരണം 46 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉള്ളതാണ്. അത്യാവശ്യം ബ്രസ്റ്റൊക്കെ ഉള്ളതായതുകൊണ്ട് 11.5 എടുക്കുന്നത്. അവിടുന്ന് ഡോട്ട് 2.5 2.5 എടുക്കുന്നത്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് വരയ്ക്കുക. അതിൽ നിന്നാണ് 1.5 ഇഞ്ച് നമ്മൾ കട്ടിങ്ങിന് മേളിലോട്ട് ഷേപ്പ് കൊടുക്കുന്നത്. 2 സൈഡും അതുപോലെ കൊടുക്കണം. എന്നിട്ട് ഈ കട്ടിങ് വെട്ടിയെടുക്കണം. ഈ കട്ടിങ് തന്നെയാണ് നമ്മൾ ബ്ലൗസിന് കട്ടിങ്ങായിട്ട് തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്നൊരു 1.5 ഇഞ്ചോളം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഡോട്ട് ഇടുമ്പോൾ നമുക്കത് കുറവ് വരും, അതുകൊണ്ടാണ്. ഇത് നമ്മൾ ക്രോസായിട്ട് തന്നെയാണ് വെട്ടുന്നത്. സാധാരണ എല്ലാവരും ഈ വീനക്കൊക്കെ ക്രോസ് വെട്ടാറില്ല, സ്ട്രൈറ്റ് കട്ടാണ് വെട്ടാറുള്ളത്. പക്ഷെ ഞാനിത് ക്രോസ് തന്നെ വെട്ടുകയാണ്.
പിന്നെ ഞാൻ ഓൺലൈനിൽ സ്റ്റിച്ച് ചെയ്ത് പലർക്കും കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് എൻ്റെ കയ്യിന്ന് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ച് എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞ് 1-2 പേർക്കൊക്കെ ചെറിയ വണ്ണത്തിൻ്റെയൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കഴുത്തും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും. ഇനി അവർക്ക് ആവശ്യമുണ്ട് ബ്ലൗസ് തയ്ക്കാനായിട്ട് ഇങ്ങോട്ട് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഞാൻ നമ്പർ കൊടുത്തേക്കും, എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എവിടാണ് ഷോപ്പ്, ബ്ലൗസ് തയ്ക്കാനായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിലായിട്ട് ബ്ലൗസ് തയ്ച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ആദ്യം ഞാനൊരു ബ്ലൗസ് തയ്ച്ച് തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയെങ്കിൽ നിങ്ങൾ തുണികൾ അയച്ചു തന്നാൽ ഞാൻ തയ്ച്ച് അതുപോലെ കൊറിയർ ചെയ്ത് തരും. ഇതിൻ്റെ കൈയൊക്കെ കട്ട് ചെയ്തു. ഇതിൻ്റെ ഇനി കട്ടിങ്ങും കൂടെ കട്ട് ചെയ്താൽ കഴിഞ്ഞു. ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇത് സ്റ്റിച്ചിങ് ആണ്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് നേരെ പകുതി എടുത്ത് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പടി വെച്ച് തയ്ക്കില്ല. ഇതിൽ ഫ്രണ്ടിൽ പടി വെച്ച് തയ്ക്കുന്ന ഒരു ബ്ലൗസ് അല്ല ഈ വീനക്ക് എന്ന് പറയുന്നത്. നമ്മൾ റൗണ്ട് നെക്കിനൊക്കെ നമ്മൾ ഫ്രണ്ടിൽ പടി വെച്ച് തയ്ക്കും. പക്ഷേ ഇതിൽ പടി വെച്ച് തയ്ക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 4.5 ഇഞ്ചോളം വിഡ്ത്തിൽ വേണം ഡോട്ട് ഇടാനായിട്ട്. 4.5 ഇഞ്ച് മടക്കി വെച്ചിട്ട് ഷോൾഡർ തുല്യമായിട്ട് തന്നെ മടക്കും. അവിടെ നിന്ന് 11.5 ഇഞ്ച് താഴ്ത്തി നമ്മൾ ആദ്യത്തെ ഡോട്ട് ഇടും. അതാണ് മെയിൻ ഡോട്ട്. 1.5 ഇഞ്ച് വിഡ്ത്തിൽ. ഇതാണ് മെയിൻ ഡോട്ട്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം, വളയരുത്, നല്ല കറക്റ്റായിട്ട് ഇടണം. ഈ 4.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ തന്നെ ഇടണം. കാരണം ഇത് നമ്മൾ പടി വെച്ച് തയ്ക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇതാണ് മെയിൻ ഡോട്ട്. അപ്പോൾ നമ്മൾ അത് മെയിൻ ടക്ക്, അതുകൊണ്ട് അത് 2 സ്റ്റിച്ചൊക്കെ ഇട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. എൻ്റെ ഈ സ്റ്റിച്ചിങ് മെത്തേഡ് കണ്ട് ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ല അഭിപ്രായങ്ങളാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇപ്പം ബ്ലൗസ് തയ്ക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് വളരെ സന്തോഷം എനിക്ക്. അതുപോലെ ഞാൻ ബ്ലൗസ് സ്പെഷ്യലിൻ്റെ ക്ലാസ്, ഇത് ബ്ലൗസ് സ്പെഷ്യലിനായിട്ട് ഇട്ടതാണ്. പിന്നെ എൻ്റെ അടുത്ത് വീനക്ക് ബ്ലൗസ് ഒന്ന് കാണിക്കണേന്ന് അല്ലാതുള്ളവരും വന്ന് പറഞ്ഞതുകൊണ്ട് ഈ ബ്ലൗസ് ഞാൻ ഇതിലോട്ട് അല്ലാതെ പബ്ലിക്കിനും കൂടെ ഇടുകയാണ്. പിന്നെ അടുത്ത എൻ്റെ സ്പെഷ്യൽ ബ്ലൗസിൻ്റെ ക്ലാസ് ജൂലൈയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അനൗൺസ് ചെയ്യും. നിങ്ങൾ ജോയിൻ ചെയ്യണം. ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ പറയാം. അതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇപ്പം തുടങ്ങിയ ക്ലാസ് ഈ ജൂണോടുകൂടി അവസാനിക്കും. ഡോട്ടൊക്കെ ഇട്ടത് കഴിഞ്ഞ് ഇനി നമ്മൾ ആ താഴ്വശത്ത് ഒരല്പം കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമുക്ക് കട്ടിങ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ശകല. ഇനി നമ്മൾ കട്ടിങ് വെച്ച് തയ്ക്കും. ഡോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഈ തയ്ക്കുമ്പോൾ ഈ ഡോട്ടൊക്കെ പിടിച്ച് മാറ്റി തയ്ക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ കയറി ഡോട്ട് കപ്പ് ക്ലിയർ അല്ലാതെ പോകും. അതുകൊണ്ടാണ്.
എപ്പോഴും നിങ്ങൾ ഈ കട്ടിങ് തയ്ക്കുമ്പോൾ 2 സ്റ്റിച്ചിങ് സ്ട്രോങ് ആയിട്ട് തയ്ക്കണം കേട്ടോ. നമ്മളെപ്പോഴും ഇതിൽ നമ്മൾ പടി വെച്ച് തയ്ക്കുന്നില്ല, അത് ലാസ്റ്റാണ്. ഇപ്പോൾ പടി വെച്ച് തയ്ക്കുന്നില്ല. ഇനി ബാക്ക് ഡോട്ട് ഇടുന്നതാണ്. ബാക്കിൻ്റെ ഡോട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ കട്ടിങ് എത്ര ലെങ്ത്തിലാണോ വെട്ടിയെടുത്തത് അതേ ലെങ്ത്തിലാണ് നമ്മൾ ഈ കട്ടിങ്ങിൻ്റെ ലെങ്ത് ഉണ്ട്, അതേ ലെങ്ത്തിലാണ് നമ്മൾ ഡോട്ട് ഇടുന്നത്. ബാക്കിൻ്റെ ഡോട്ട് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഇടുന്നത്. രണ്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞു. പിന്നെ ഇതിൽ ബാക്കിൽ പടി വെച്ച് തയ്ച്ചാൽ മതി. പടിയൊക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞ് രണ്ട് സൈഡിലും നമ്മൾ ഡോട്ട് ഈ അതേ ഹൈറ്റിൽ തന്നെ ഇടണം. ഇനി ഇതിൽ പടി വെച്ച് തയ്ക്കണം. പടിയൊക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും ഷോൾഡർ ജോയിൻ ചെയ്യാം. സാധാരണ നമ്മൾ പടിയൊക്കെ വെച്ച് തയ്ച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, പക്ഷേ ഇതിൽ വീനൊക്കെ അങ്ങനെയല്ല, അത് ലാസ്റ്റാണ് തയ്ക്കുന്നത്. അപ്പം നമുക്ക് ജോയിൻ ചെയ്യാം. കഴുത്ത് നല്ല കറക്റ്റ് ആയിരിക്കണം ജോയിൻ ചെയ്യുമ്പോൾ. ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകരുത് കഴുത്ത് ജോയിൻ ചെയ്യുമ്പോൾ. ബാക്കി ആം ഹോളിൻ്റെ അങ്ങോട്ട് കിടക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കാം, പക്ഷേ കഴുത്തിൻ്റെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകരുത്. ഏഴിഞ്ച് നിങ്ങൾക്ക് കയറിപ്പോയി എന്ന് തോന്നിയാൽ ഒരു 1/2 ഇഞ്ചും കൂടെ, അല്ലെങ്കിൽ 1 ഇഞ്ച്, മാക്സിമം 8 ഇഞ്ച് വരെ നമുക്ക് ഈ വീനക്കിൻ്റെ കഴുത്ത് താഴ്ത്തി വെട്ടാവുന്നതാണ്, ഫ്രണ്ട് കഴുത്ത്. ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം, സൈഡ് ജോയിൻ ചെയ്യാം. ആദ്യം ബാക്ക് 2ആയിട്ട് മടക്കുക, കഴുത്തെല്ലാം കറക്റ്റായിട്ട് നോക്കുക. എന്നിട്ട് 2ആയിട്ട് മടക്കിയിട്ട് നമ്മൾ എത്രയാണ് നമ്മുടെ വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടണം. അതായത് 9ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി വേണം നമ്മളെപ്പോഴും സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യാനുള്ളത്. അത് ഫ്രണ്ടും ബാക്കും ഒരേ അളവായിരിക്കണം. ഫ്രണ്ട് നമ്മൾ പടി വെച്ച് തയ്ച്ചില്ലെങ്കിൽ കൂടി 10 ഇഞ്ച് തന്നെയാണ് അതും എടുക്കാനുള്ളത്. പടി വെച്ച് തയ്ച്ചാൽ പടിയും കൂടെ ചേർത്താണ് നമ്മൾ 10 ഇഞ്ച് എടുക്കുന്നത്. ഇത് പക്ഷേ അങ്ങനല്ല, പടി വെച്ച് തയ്ച്ചിട്ടില്ല, എന്നാലും 10 ഇഞ്ച് തന്നെ എടുക്കണം. ഒരു 1/4 ഇഞ്ചും കൂടെ കൂട്ടി എടുക്കേണ്ടതാണ് ഇതിൽ, പക്ഷേ അത്ര ഇല്ലാത്തതുകൊണ്ട് 10 ഇഞ്ച് എടുക്കുന്നു. കാരണം അവിടെ ഒരു തയ്യൽ വരും, അപ്പോൾ അതിനൊരു തയ്യൽ തുമ്പ് കണക്കാക്കി ഒരു 1/4 ഇഞ്ചും കൂടെ, അതായത് 10.25 ഇഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതാണ്. 10 ഇഞ്ച് ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു തയ്യൽ വരും, അപ്പോൾ അതിനൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റേണ്ടതാണ്. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ജോയിൻ ചെയ്യണം. ഇത്രയും ജോയിൻ ചെയ്ത് നിർത്തണം. അത് കഴിഞ്ഞ് നമ്മൾ സൈഡെല്ലാം അടിച്ച് സൈഡെല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൈ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് കൈ വെച്ച് പിടിപ്പിച്ചിട്ട് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുക. അതുകൊണ്ട് ഇത്രയും ജോയിൻ ചെയ്ത് നിർത്തുക. എൻ്റെ ഈ മെത്തേഡിൽ ഒരുപാട് പേര് ഇപ്പം തയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസ് തയ്ക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു നന്നായിട്ട് ഇപ്പം ബ്ലൗസ് തയ്ക്കുന്നുണ്ട്, ഇഷ്ടംപോലെ തയ്യലും കിട്ടുന്നുണ്ടെന്ന് പലരും പറഞ്ഞ്. വളരെ സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ.
യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ബ്ലൗസിൻ്റെ നിങ്ങൾ കാണുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണെന്ന് വിചാരിച്ച് തള്ളരുത്. നിങ്ങളത് ശരിക്കും ഒന്ന് കണ്ടിട്ട് ഇതുപോലൊന്ന് തയ്ച്ച് നോക്കുക. കറക്റ്റ് ആവുമോ ഇല്ലയെന്ന് തയ്ച്ച് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇതുപോലൊന്ന് തയ്ച്ച് നോക്കുക. നിങ്ങൾ തയ്ക്കാത്തവർ, ഇതുവരെയും തയ്ക്കാത്തവർ, എൻ്റെ മെത്തേഡിൽ തയ്ക്കാത്തവർ ഇത് കണ്ടിട്ട് ഒന്ന് തയ്ക്കുക. ആ സൈഡ് വേസ്റ്റ് വന്നത് കട്ട് ചെയ്യുക. അതുപോലെ ആം ഹോളിൻ്റെ അവിടെ അല്പം ഈ ഫ്രണ്ട് വി ആയതുകൊണ്ട് അങ്ങനെ കിടക്കും. അങ്ങോട്ട് ഇവിടെ ഈ ഫ്രണ്ട് വി ആയതുകൊണ്ടാണ് അത്രയും ബാലൻസ് കിടക്കുന്നത്, അല്ലെങ്കിൽ വരില്ല. ആം ഹോളിൻ്റെ അവിടെ ചിലപ്പോൾ ഒരു ശകലം ബാക്കി കാണും. അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം കൈ വെച്ച് പിടിപ്പിക്കാൻ. ഇതുപോലെ സൈഡ് ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് ഈ ബാക്ക് ചിലപ്പോൾ ഇത്ര ഒരു 1/2 ഇഞ്ചൊക്കെ നമുക്ക് അധികം വന്ന് കട്ട് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ ആം ഹോളും ചിലപ്പം ഇതുപോലെ കട്ട് ചെയ്യേണ്ടി വരും ചെറുതായിട്ട്. ഇനിയേ കൈ വെച്ച് പിടിപ്പിക്കാവൂ. ഇപ്പം നമ്മൾ ഇതിൽ തുണി കുറവായതുകൊണ്ട് ആം ഹോളിൻ്റെ ഭാഗം കണ്ട അവിടെ ഇത്ര ഒരു 1/4 ഇഞ്ചോളം അധികമുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കും. കൈ ഇതിൽ തുണി കുറവായതുകൊണ്ട് കറക്റ്റ് വീതിക്ക്, അതായത് നമ്മൾ കൈ വെട്ടുമ്പോൾ എപ്പോഴും വേസ്റ്റ് വണ്ണത്തിൻ്റെ 1/4 അല്ലെങ്കിൽ 1.5 ഇത്രയും എടുത്താണ് നമ്മൾ കൈവണ്ണം വെട്ടുന്നത്. പക്ഷേ ഇതിൽ അത്രയും തികഞ്ഞില്ല. അതായത് 10.5 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് വേണമായിരുന്നു. തികയാത്തതുകൊണ്ട് 1 ഇഞ്ച് ഇതിൽ കൈ ഞാൻ സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് പീസ് വെച്ച്. ഇതാ കണ്ടോ, ഇത്രയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോഴും അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജോയിൻ ചെയ്യാവുന്നതാണ്. കൈയുടെ അതായത് കൈക്കുഴി, തയ്യൽ തുമ്പൊക്കെ പോയാൽ പിന്നെ ഒരു ശകലമേ കാണുള്ളൂ കൈക്കുഴിയുടെ ഭാഗം. ചിലപ്പം തയ്യൽ തുമ്പ് ഇതിൻ്റെ തയ്യൽ അടിയിലോട്ട് പോവുകയും ചെയ്യും. കൈക്കുഴി ഈ നമ്മൾ ചേർത്ത തുണി കാണത്തു പോലും ഇല്ല. എന്നാലും നമുക്ക് ആംഹോള് ഫുള്ള് തയ്ച്ച് മുട്ടിക്കണമെങ്കിൽ അവിടെ ഒരു പീസ് വേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ 10നോ 10.5കോ തന്നെ വെട്ടിയെടുത്തിരിക്കണം. ഇനി കൈ വെച്ച് പിടിപ്പിക്കുകയാണ് 2 സൈഡിലും. രണ്ട് കൈയും വെച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യണം. കൈയെല്ലാം വെച്ച് പിടിപ്പിച്ച് ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ ആദ്യം ജോയിൻ ചെയ്തതിൻ്റെ അടുത്തുകൂടെ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് അങ്ങ് ജോയിൻ ചെയ്യുക. ഇത് കൈ ലെങ്ത് കുറവുള്ള കൈയാണ്. 6 ഇഞ്ച് ഇതിൻ്റെ കൈ ഇറക്കമുള്ളൂ. രണ്ട് സൈഡും അതുപോലെ ജോയിൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ അളക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ പകുതി ജോയിൻ ചെയ്ത് നിർത്തിയൊക്കെയാണ്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് അളന്നിട്ട് ജോയിൻ ചെയ്യാം. എത്രയാണോ കൈ വണ്ണം വേണ്ടിയത് അതനുസരിച്ച് അളന്നെടുത്ത് ജോയിൻ ചെയ്യാം. ഇപ്പോൾ 7 ഇഞ്ച് വേണം. അപ്പോൾ 7.5 ഇഞ്ചിൽ ആദ്യം ജോയിൻ ചെയ്യണം. താഴെ ഭാഗം 1/2 ഇഞ്ചാണ് കേട്ടോ. 1/2 ഇഞ്ചിൽ ഞാനിതുപോലെ ഇങ്ങനെ മടക്കി മാർക്ക് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അളന്ന് മാർക്ക് ചെയ്തിട്ടും ജോയിൻ ചെയ്യാം.
കൈക്കുഴി ഒരു 1/4 ഇഞ്ച് ജോയിൻ ചെയ്യണം കേട്ടോ. നമ്മൾ 1/2 ഇഞ്ച് മുകളിലും താഴെയും ജോയിൻ ചെയ്യുമ്പോൾ കൈക്കുഴി 1/4 ഇഞ്ച് മാറ്റി ജോയിൻ ചെയ്യണം. രണ്ട് സൈഡും അതുപോലെ തന്നെ അളന്ന് ജോയിൻ ചെയ്യുക. ഇനി നമ്മളിത് ഒന്ന് അളന്ന് നോക്കണം. അതായത് വേസ്റ്റ് വണ്ണം എത്രയുണ്ട്, ചെസ്റ്റ് എത്രയുണ്ടെന്നൊക്കെ നോക്കണം. വേസ്റ്റ് വണ്ണം നമുക്ക് 36 വേണ്ടിയത്. അപ്പം നമുക്കിത് അളന്ന് നോക്കാം എത്രയുണ്ടെന്ന്. 36, 37, അതായത് 1 ഇഞ്ചും കൂടെ, ഒരു ഇഞ്ചില്ല, 1/2 ഇഞ്ചും കൂടെ കൂടുതലുള്ളൂ. അപ്പോൾ വേസ്റ്റ് വണ്ണം ഇനി നമുക്ക് അധികം കുറയ്ക്കാനില്ല. നമുക്കിതിന് ചെസ്റ്റ് വണ്ണം നോക്കാം എത്രയുണ്ടെന്ന്. കാരണം ഇത് പടി വെച്ച് അടിക്കാത്തത് കൊണ്ടാണ് ഈ വണ്ണം ഇങ്ങനെ തയ്യൽ തുമ്പ് അധികം വരാത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് അധികം വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വേസ്റ്റ് വണ്ണം 12 കണക്കാക്കിയാണ് വെട്ടിയത്. 12.5 എടുത്ത് നിങ്ങൾക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ വേസ്റ്റ് വണ്ണം അല്ല, കുറച്ചും കൂടെ തയ്യൽ തുമ്പ് കിട്ടും. അപ്പോൾ 12 എടുത്ത് നിങ്ങൾക്ക് 12.5 ഇട്ട് വെട്ടാം, വീനൊക്കെ ആയതുകൊണ്ട്. കാരണം വീനൊക്കെ നമ്മൾ പടി വയ്ക്കുന്നില്ല. 46 ഇഞ്ച് കറക്റ്റ് ഉണ്ട്, കണ്ടോ. ഇനി ഇതിൽ അടിക്കാനില്ല, കൈവണ്ണം മാത്രമേ കുറയ്ക്കാനുള്ളൂ. വേസ്റ്റ് വണ്ണവും ചെസ്റ്റ് വണ്ണവും ഒക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയാണ്. വേസ്റ്റ് വണ്ണം ഇനി അധികം കുറയ്ക്കാനില്ല, നമ്മൾ നേരത്തെ തയ്ച്ചെടുത്തുകൂടെ തന്നെ തയ്ക്കുകയാണ്. തയ്ച്ചിട്ട് കൈവണ്ണം മാത്രം, കൈക്കുഴി ഒരല്പം കുറച്ചിട്ട്, ഒരു ശകലം കൈക്കുഴി കുറയ്ക്കണം. എന്നിട്ട് കൈവണ്ണം നമ്മളൊരു 1/2 ഇഞ്ച് കുറയ്ക്കും. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളിതിൻ്റെ രണ്ട് സൈഡും അടിക്കുമ്പോൾ ഇതിൻ്റെ വണ്ണമൊക്കെ അടിച്ച് കഴിയും. പിന്നെ നമുക്കിതിൽ തയ്ക്കാനുള്ളത് കഴുത്തും നെഞ്ചിപ്പട്ടയാണ്. നെഞ്ചിപ്പട്ടയല്ല നമ്മൾ തയ്ക്കുന്നത്, കഴുത്ത് ഫുള്ളായിട്ട്. അതായത് നമ്മളെ കട്ടിങ്ങിൻ്റെ അവിടെ തൊട്ട് നമ്മൾ ഇതുപോലെ ക്രോസ് തുണി വെച്ച് കട്ടിങ് തയ്ക്കണം. അതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഒരു പടി ഐ വരിയാനായിട്ട് ഇതുപോലൊരു പീസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഒരെണ്ണാക്കി എടുക്കണം. ബോക്സ് പോലെ ആക്കി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഐ വരിയുന്ന ഭാഗത്താണ് വെക്കാനുള്ളത്. അതിൻ്റെ മുകളിൽ ഈ ക്രോസ് പീസ് ഇങ്ങനെ വെക്കുക. നമ്മൾ കഴുത്തിന് തയ്ക്കാൻ വെക്കുന്ന ക്രോസ് പീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് ഈ കട്ടിങ്ങിൻ്റെ അവിടെ മുതൽ അപ്പുറത്തെ കട്ടിങ്ങിൻ്റെ അതുവരെ, കഴുത്ത് ചുറ്റി അപ്പുറത്തെ കട്ടിങ്ങിൻ്റെ അതുവരെ ഇതേപോലെ തന്നെ തയ്ക്കണം. അപ്പുറത്തെ കട്ടിങ്ങിൽ പടിയൊന്നുമില്ല, ഈ ക്രോസ് പീസ് മാത്രമേ ഉള്ളൂ. സാധാരണ ഇത് ഞാൻ പൈപ്പിംഗ് അടിക്കുകയാണ് ചെയ്യുന്നത്, ഫുള്ളായിട്ട് പൈപ്പിംഗ് അടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മുതൽ. പക്ഷെ എല്ലാവർക്കും പൈപ്പിംഗ് അടിക്കാൻ വലുതായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇത് ഞാൻ അല്ലാതെ നമ്മുടെ സാധാരണ ഹെമ്മിങ് ചെയ്യും പോലെ മടക്കി ഹെമ്മിങ് ചെയ്യത്തക്ക രീതിയിൽ തയ്ച്ച് കാണിക്കുന്നത്. ഞാൻ ഈ വീനൊക്കെ തയ്ക്കുമ്പോഴെല്ലാം അത് പൈപ്പിംഗ് ആക്കുകയാണ് ചെയ്യണം, അതാണ് എളുപ്പം. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഫുള്ള് നമ്മൾ കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്തെടുക്കണം. ഹൂക്ക് വയ്ക്കേണ്ട അത്രയും ഭാഗത്ത് നമ്മൾ ആ ഒരു പടി പോലെ വയ്ക്കും. അത് കഴിഞ്ഞ് ബാക്കി ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ക്രോസ് പീസ് തയ്ച്ചെടുക്കും.
താഴെ അറ്റം വരെ തയ്ക്കും, ഫ്രണ്ട് ഫുള്ളായിട്ട്. ഇവിടെ വരെ തയ്ച്ചു. ഇനി നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ ഇതങ്ങ് മടക്കാം. നമ്മൾ സാധാരണ ഹെമ്മിങ് ചെയ്യാൻ മടക്കി തയ്ക്കും പോലെ മടക്കുക. എന്നിട്ട് ആ പടിയുടെ അടിയിലാണ് മറ്റേ മടക്ക് വരുന്നത്. എന്നിട്ട് പടി ഇങ്ങനെ കമഴ്ത്തി അങ്ങ് അടിക്കുക. ഇത്ര വീതിക്ക് മതിയാവും ആ പടി. ഹൂക്ക് വയ്ക്കുക എന്നുള്ള ഒരു ഹൂക്കെല്ലാം ആയി വരിയേണ്ട ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പടി അവിടെ വയ്ക്കുന്നത്. പെട്ടെന്ന് തയ്ച്ച് കഴിയാം. ഇത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമുള്ള കേസല്ല ഇത്. വീനക്ക് ഇത് നമ്മൾ ഇപ്പുറത്തെ സൈഡ് ആ കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പോകുന്ന അവിടെ ഒരു ചെറിയ ബെൻഡ് വരും. ആ ബെൻഡിൻ്റെ അവിടെ ഒരു കട്ടിടണം, അല്ലെങ്കിൽ അവിടെ ഒന്ന് പെനയും. അതുകൊണ്ടാണ് അവിടെ ഒരു കത്രികയിലെ ഒരു ചെറിയ കട്ട് ചെയ്ത് ആ ബെൻഡിൻ്റെ അവിടെ മാത്രം, അതായത് കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പോകുന്ന ബെൻഡിൻ്റെ അവിടെ മാത്രം. നമ്മൾ ഹൂക്ക് വയ്ക്കുന്ന ഭാഗമാണ് ഈ തയ്ക്കുന്നത്. ഈ പട്ട മടക്കുന്നതിലാണ് നമ്മൾ ഹൂക്ക് വെച്ച് പിടിപ്പിക്കുന്നത്. അല്ലാതെ അവിടെ വേറെ പട്ടയൊന്നും വെക്കുന്നില്ല. ഈ ക്രോസ് പീസ് മടക്കുന്നതിൽ തന്നെ നമ്മൾ ഹൂക്ക് വെച്ച് പിടിപ്പിക്കുന്നത്. കഴിഞ്ഞു. ഇനി ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് ഹെമ്മിങ് ചെയ്യണം. താഴെ മുതൽ അപ്പുറ സൈഡ് വരെ ഫുള്ളായിട്ട് ഇങ്ങനെ ഹെമ്മിങ് ചെയ്യണം. പെനയൊന്നുമില്ല, നമ്മൾ ചെറിയ വീതിക്കാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് പെനയൊന്നൊന്നും പേടിക്കണ്ട. ഫുള്ളായിട്ട് ആ പടി വെച്ചേക്കണതിൻ്റെ അടിയിൽ അതുപോലെ മടക്കി ഫുള്ളായിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്ത് ഇങ്ങനെ എടുക്കും. അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഹൂക്ക് അപ്പുറത്തെ സൈഡിൽ ഹൂക്ക് വെച്ച് ഇപ്പുറത്ത് ഹൂക്ക് ആയി വരിഞ്ഞ് എടുക്കും. കഴുത്തും ഹെമ്മിങ് ചെയ്യും. അപ്പോഴത്തേക്ക് കഴിഞ്ഞു ഇതിൻ്റെ തയ്യൽ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫ്രണ്ട് വീനക്ക് ബ്ലൗസ്. ഇതിട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് കഴുത്ത് കുറച്ചും കൂടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 7.5 എടുക്കാം, 8 എടുക്കാം, മാക്സിമം 8 വരെ എടുക്കാം. ഇത് 7 ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതാ 7 എടുത്തുമ്പോൾ ഇത്ര ഇറക്കി. 7.5 8 എടുത്താൽ കുറച്ചും കൂടെ ഇറങ്ങും. അതിൻ്റെ ബാക്ക് കണ്ടോ, ടൈറ്റായിട്ട് നിൽക്കുകയാണ്. ഒരു വള്ളി പോലും വെച്ച് പിടിപ്പിച്ചിട്ടില്ല. കണ്ടോ? ഓക്കേ.